ഒരു ജാതകം ഉണ്ടാകുമ്പോ അങ്ങ് പറയണത് അസ്തമയല്ല, അദൃശ്യരാശി ദൃശ്യരാശി എന്ന വാക്ക്. നിങ്ങൾ അസ്തമയം എന്ന വാക്ക് പ്രയോഗിക്കും. ആയിക്കോട്ടെ, കേൾക്കൂ, പറഞ്ഞ കേൾക്കൂ. നിങ്ങൾ പറയണം, നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ കേട്ടില്ലേ? അസ്തമയ രാശി എന്ന് വെച്ചാൽ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ സമയത്തെ പ്ലാനറ്ററി പൊസിഷനാണ് ജാതകത്തിൽ എഴുതുന്നത്. അത് അസ്തമയ രാശിയല്ല. നമ്മൾ ചിന്തിച്ചു വരുമ്പോ ശാസ്ത്രം അവർക്ക് അറിഞ്ഞുകൂടാ. അയ്യോ, അതൊരു കാര്യം. എന്താണ് ഈ അസ്തമയം എന്ന് പറഞ്ഞാൽ? ഈ കുട്ടി ജനിച്ചത് സന്ധ്യക്കാണെങ്കിൽ അത് അതായത് സൂര്യൻ ഉദിച്ചത് ഇടവൻ രാശിയിലാണെങ്കിൽ അതിന്റെ 7ാമത്തെ രാശിയായ വൃശ്ചികൻ രാശിയാണ് അസ്തമയ രാശി. അത് സംബന്ധിച്ച് ഒരു ദിവസം 60 നാഴികയാണ്. ഒരു ദിവസം 60 നാഴികയാണ്. 60 നാഴിക എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ. ആ 60 നാഴികയിൽ 12 രാശികളും ഉദിച്ച് അസ്തമിക്കും, 5 നാഴിക വെച്ചിട്ട്. മനസ്സിലായില്ലേ? എന്നിട്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ റൈസിംഗ് പോർഷൻ ഓഫ് എർത്ത് ആണ് ലഗ്നം എന്ന് പറയുന്നത്. ആ ലഗ്നം അദ്ദേഹം പറഞ്ഞത് ദൃശ്യരാശികൾ, അദൃശ്യ രാശികൾ, പാപരാശികൾ. ഈ രാശിയുടെ സ്വഭാവം എന്താണെന്നറിയാമോ? എന്താണ് രാശി എന്നറിയാമോ? എന്താണ് രാശി എന്നറിയാമോ? ഒരാളുടെ ജന്മസമയത്ത് ഉദിക്കുന്ന രാശിയാണ് ലഗ്നം, ജന്മരാശി അല്ലെ ലഗ്നം. അവിടുന്ന് 7 രാശി ഇങ്ങോട്ട് കണക്ക് കൂട്ടുമ്പോഴാണ് ആ രാശി അസ്തമിച്ചിട്ടുണ്ടാവും. 7, 8 അവിടെ ചൊവ്വ നിൽക്കുമ്പോൾ കാര്യം മനസ്സിലായിട്ടില്ല. പുസ്തകം വെച്ച് പഠിക്കുക. അത് ഞാൻ പറഞ്ഞതിന് മറുപടി പറയാം. ഇപ്പൊ രാവിലെ 12 മണിക്കാണ് ജനിക്കുന്ന കുട്ടി, ഉച്ചക്ക് എന്നിരിക്കട്ടെ. അപ്പൊ ഉദയരാശിയില് സൂര്യനെ നമ്മൾ എഴുതുന്ന രാശിയിൽ നിന്നും അത് ഉദയാൽ പരം കൂട്ടി, പിന്നെ അടുത്ത രാശി കൂട്ടി, പിന്നെ അടുത്ത രാശി കൂട്ടി, പിന്നെ അടുത്ത രാശി ചെല്ലുമ്പോൾ 4ാമത്തെ രാശിയായിരിക്കും ലഗ്നം വരുന്നത്. അതിൽ നിന്നാണ് ഞങ്ങൾ 1, 2, 4, 7 കൂട്ടുന്നത്. ഈ സൂര്യൻ നിൽക്കുന്ന രാശിയുടെ 4ാമത്തെ രാശി. അല്ലല്ല, ഇനി പറയാം. അങ്ങ് പറഞ്ഞത് തെറ്റാണ്. അങ്ങ് പറഞ്ഞത് തെറ്റാണ്. ഇതൊന്ന് പറയുന്ന കേൾക്കൂ. തെറ്റാണെന്ന് പറയുന്നെങ്കിലും കേൾക്കൂ. തെറ്റാണെന്ന് നോക്കാം. ഇപ്പം ഉദയരാശി എന്ന് പറയുന്നത് ഇപ്പം ചിങ്ങമാസത്തിലാണെന്നിരിക്കട്ടെ. ചിങ്ങമാസത്തിലെ ഉദയരാശി ചിങ്ങൻ രാശിയാണ്. അന്ന് 12 മണിക്കാണ് ജനിക്കുന്നതെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വൃശ്ചിക ലഗ്നമായിട്ടാണ് വരുന്നത്. അപ്പൊ അസ്തമയം എന്ന് പറയുന്നത് ചിങ്ങൻ രാശിയുടെ 7ാമത്തെ രാശിയാണ് അസ്തമയം. അപ്പൊ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം വരും. എന്നാൽ വൃശ്ചികമാണ് ലഗ്നം വരുന്നത്. അതിന്റെ 7ാമത്തെ രാശി എന്ന് പറഞ്ഞാൽ വൃശ്ചികം, ധനു, മകരം, ഇടവമാണ്. അതാണ് അസ്തമയ രാശി എന്ന് അദ്ദേഹം പറഞ്ഞത്. അത് മണ്ടത്തരമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.